ഹായ് ഗൈസ്, അങ്ങനെ നീണ്ട 2 മണിക്കൂറിൻ്റെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ നയാഗര ഫോൾസിൻ്റെ അടുത്ത് എത്തി. പാർക്കിങ്ങിൽ വണ്ടി ഇട്ടു. ഇതൊക്കെ ഓരോരുത്തരുടെ പേര് ഞാൻ പറഞ്ഞുതരാം, എന്നാലേ മനസ്സിലാവുള്ളൂ. എല്ലാം മാസ്കിൻ്റെ അകത്തൊക്കെ ആയി, കാരണം നല്ല തണുപ്പുണ്ട്. എനിക്ക് തണുക്കുന്നുണ്ട്. ഇത് നമ്മുടെ തുമ്പോസ് ഡെനിയാണ്, മുഖം മൂടി വച്ചിരിക്കുകയാണ്. ഇത് ദിയ, ഇത് റോസിനൊന്നും കാണാൻ പറ്റില്ല, ആകെ കണ്ണാടി മാത്രമേ കാണുന്നുള്ളൂ. ഗൈസ്, നല്ല തണുപ്പുണ്ട്. പ്രത്യേകിച്ച് ഈ സമയമായതുകൊണ്ട് തിരക്കില്ല. പാർക്കിങ്ങിൽ ഞങ്ങൾ വണ്ടി ഇട്ടു. ഇനി ഇവിടെ നിന്ന് നയാഗ്രയിലോട്ട് നടക്കണം. നോക്കാം എങ്ങനെയുണ്ട് ഇവിടുത്തെ ക്ലൈമറ്റ്, എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാം. ഓക്കെ ഗൈസ്, നയാഗ്ര കാണണം എന്നുള്ള ജീവിതാഭിലാഷം പൂർത്തീകരിച്ചിരിക്കുകയാണ് ഞാൻ. നയാഗ്ര ഫോൾസിൻ്റെ തെരുവിലൂടെ ഞാൻ നടക്കുകയാണ്. ബട്ട് ദിസ് ഈസ് എൻ ഹിസ്റ്റോറിക് മൂമെൻറ്റ്, യു നോ. ഇതാണ് ഞാൻ പറഞ്ഞ നയാഗ്രയുടെ വാട്ടർഫോളിൻ്റെ തെരുവീതി. ഓക്കെ, ഈ തിരുവീതിയിലൂടെയാണ് നടക്കണമെന്ന് ഞാൻ പണ്ട് ആഗ്രഹിച്ചത്. നമ്മൾ സോ നമ്മളിപ്പോൾ കാണുന്ന നയാഗ്ര ഫ്രോസ് ആയിരിക്കുകയാണ്. വാട്ടർഫോൾ ഉണ്ട്, ബട്ട് സ്റ്റിൽ യു സീ അതെല്ലാം ഫ്രോസായിട്ട് ആണ് വീഴുന്നത്. ഓക്കെ, ഈ താഴെയുള്ള വാട്ടർ മുഴുവൻ ഫ്രോസൺ ആണ്. ഇത് കംപ്ലീറ്റ് ഫ്രോസൺ ആണ്. ഇതാണ് മെയിൻ ഫോൾ. നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ നയാഗ്ര വാട്ടർഫോളിൽ വന്നിരിക്കുന്ന 2-3 പ്രാന്തന്മാരിൽ നമ്മളാണ് ഒരാൾ. കാരണം ആകെ അവിടെ 4-5 പേരേ ഉള്ളൂ. ഇത്രയും തണുപ്പത്ത് വരുന്നവർ വേറെ ആരും ഇല്ലെന്ന് തോന്നുന്നു. നോക്കൂ, തണുപ്പുണ്ടോയെന്ന്. ചക്കു, ഈസ് ഇറ്റ് കോൾഡ്? യെസ്, റൈറ്റ്. തുമ്പു, കോൾഡാണോ? യാ, കോൾഡാണ്. നിങ്ങൾ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ സ്ഥലം മുഴുവൻ ഫ്രോസൺ ആയിരിക്കുവാണ്. ഓക്കെ, ആകെ ഈ ഫോളും മാത്രമേ ഉള്ളൂ വെള്ളമായിട്ട് വീഴുന്നത്. നമ്മൾ നയാഗ്രയുടെ ശരിക്കുള്ള ഭംഗി രാത്രി കാണുമ്പോൾ ഇതിൻ്റെ കളറിങ് ആണ് അതിൻ്റെ ഭംഗി. അതിൽ പല കളറിൽ നയാഗ്ര ഫോൾ നമുക്ക് കാണുമ്പോൾ ആ ഒരു ഭംഗി ശരിക്കും പറഞ്ഞാൽ ക്യാമറയിൽ എത്ര വരുന്നുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല, ബട്ട് ഭയങ്കര ഭംഗി അത് കാണാൻ. ഇത് ശരിക്കും പറഞ്ഞ ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതുണ്ടോ, ഇതെല്ലാം ഫ്രോസൺ ആണ്. മഞ്ഞ് കട്ടയല്ല, ഇത് ഐസ് കട്ടയാണ്. ആകെ വളരെ ചുരുക്കം പേരെ ഈ സമയത്തോടെയുള്ളൂ. ഇവിടുത്തെ സമയം സൺസെറ്റ് കഴിഞ്ഞു. ഏകദേശം ഒരു 6:45 മണിയായി രാത്രി. ഇന്ന് ഡേറ്റ് 6 ഫെബ്രുവരിയാണ്. 6 ഫെബ്. ആ ഐസിൻ്റെയൊക്കെ പീസസ് കണ്ടോ. ലുക്ക് അറ്റ് ദിസ്. ആഫ്റ്റർ നയാഗ്ര വിസിറ്റിന് ശേഷം നടന്ന് വന്നിട്ടിരിക്കുന്നതാണെല്ലാം. സ്മൈൽ പ്ലീസ്. ഹായ്, കുവൈറ്റ് മച്ചാന്മാരിലേക്ക് സ്വാഗതം. അഥവാ പറയാൻ സമ്മതിക്കൂ അഥവാ മല്ലൂസ് ഇൻ മേപ്പിൾ ലാൻഡ്. നമ്മുടെ ചാനലിൻ്റെ പേര് ചെറുതായിട്ടൊന്ന് മാറ്റിയായിരുന്നു. നമ്മൾ കാനഡയിലെത്തിയപ്പോൾ ചാനലിൻ്റെ പേര് മാറ്റി. നമ്മളിപ്പോൾ നയാഗ്ര വാട്ടർഫോളിൽ വന്നിരിക്കുകയാണ്. 2ാം തവണയാണ് ഈ വിസിറ്റ്. അന്ന് നമ്മൾ വിസിറ്റ് ചെയ്തത്, ഞാൻ 2 വീഡിയോ നമ്മൾ ഒരുമിച്ചാണ് ഇടാൻ പോകുന്നത്. അന്ന് വിസിറ്റ് ചെയ്തപ്പോൾ ഐസ് കംപ്ലീറ്റ്ലി ഐസായിരുന്നു. രാത്രിയാണ് എത്തിയതുകൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് അതിന് വേണ്ടി വന്നിരിക്കുകയാണ്. ചെക്സ് വെയിറ്റ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഞങ്ങൾ വണ്ടി പാർക്കിങ്ങിലിട്ടു. ഫോൾസിൻ്റെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റാണ്. സ്പ്രിങ് ടൈമാണ്. കുട്ടികൾക്ക് അവധിയാണ് ഒരാഴ്ചത്തേക്ക്. അപ്പോൾ ആ സമയത്താണ് നമ്മൾ ഇറങ്ങിയത്. നമുക്ക് ഈ കാണുന്നതാണ് റെയിൻബോ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇത്
നമ്മുടെ കാനഡ എന്നുള്ള രാജ്യവും US എന്നുള്ള രാജ്യവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ബ്രിഡ്ജാണ്. നമുക്ക് PR വിസയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ വഴി ബ്രിഡ്ജ് വഴി നമുക്ക് ക്രോസ് ചെയ്യാവുന്നതാണ്. നേരെ അമേരിക്കയ്ക്ക് ക്രോസ് ചെയ്ത് പോകാം. നമുക്ക് 2 വാട്ടർഫോളാണ് നയാഗ്രയിൽ കാണാൻ പറ്റുന്നത്. ഒന്ന് അമേരിക്കൻ ഫോൾസ്, അതാണിത്. ഇനി രണ്ടാമത്തെ വാട്ടർഫോൾ എന്ന് പറയുന്നത് കാനഡയിലുള്ള ഹോഴ്സ് ഷൂ ഫാൾ, അതാണ് നമുക്ക് രണ്ടാമത് കാണുന്നത്. ഇതാണ് ടോട്ടലുള്ള 2 ഫോളിൻ്റെയും വ്യൂ ഒരുമിച്ച് കാണുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. 12,000 വർഷം മുമ്പ് ഫ്രഷ് വാട്ടർ ലേക്സിലുള്ള ഐസ് ഉരുകിയിട്ടാണ് ഈ വാട്ടർഫോൾ ഫോം ചെയ്യുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഈ വാട്ടർഫോളിൻ്റെ ഉയരം ഏകദേശം 180 അടിയാണ്. ഇതിൽ 1 മിനിറ്റിൽ വീഴുന്നത് 6 മില്യൺ ക്യൂബിക് ഫീറ്റ് വെള്ളമാണ് വീഴുന്നത്. ഇതിൻ്റെ ഒഴുക്കിൻ്റെ സ്പീഡ് ഏകദേശം 57 km/h ഈ വെള്ളം ഒഴുകുന്നത്. ഇനിയും ഞങ്ങളുടെ വീഡിയോസ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ സൈനിങ് ഓഫ്, നെവിൽ ഫ്രം മല്ലൂസ് ഇൻ മേപ്പിൾ ലാൻഡ്. താങ്ക് യു.